ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യമായി വനംവകുപ്പ്. മൂന്നാർ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന കാട്ടാനകളെ കൂടാതെ കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നടപടി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പഴയ മൂന്നാറിന് സമീപം കാട്ടാനക്കൂട്ടം എത്തിയത്. കാട്ടാനക്കൂട്ടം പഴയ മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആദ്യഘട്ടമെന്ന നിലയിൽ ഡ്രോൺ പറത്തി കാട്ടാനകളെ നിരീക്ഷിച്ചു. പിന്നീട് പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തി. പെട്ടുമുടി ആറാട്ടി സംഘം ഉൾപ്പെടെ 20 പേരെ അടങ്ങുന്നതാണ് ദൗത്യസംഘം. വനത്തിനുള്ളിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്ന കാട്ടാനകളെ ഡ്രോണിന്റെ സഹായത്തോടെ നിരീക്ഷണം നടത്തിയതിനു ശേഷം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാട്ടിലേക്ക് തുരത്തുന്നതിനാണ് വനവകുപ്പിന്റെ നീക്കം. നമ്മളിപ്പം ഈ മൂന്നാർ റേഞ്ചിലെ ഈ കാട്ടാനകളെണ്ണം കൂടിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു കൂട്ടം ആന എന്ത് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ ഫയർവുഡ് ഏരിയയാണ് കമ്പനിയുടെ. അപ്പം ഈ മൂന്നാർ ടൗണിനോട് 1/2 കിലോമീറ്റർ മാറിയാണ് ഈ ആനകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ആന ഇവിടെ നിൽക്കുന്നത് വളരെ അപകടകരമായതുകൊണ്ട് നമ്മൾ ഇന്ന് 2 മണി മുതൽ ഇതിനെ എന്ത് ചെയ്യും, ഇവിടുന്ന് കുറച്ച് സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതുവരെ വിജയിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്ന് വിജയിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് ആനയെ എന്ത് ചെയ്യണം, സേഫായിട്ട് നമുക്ക് കുറച്ചുകൂടെ വനഭാഗത്തേക്ക് എന്ത് ചെയ്യണം, കയറ്റിവിടേണ്ട ഒരു സാഹചര്യമുണ്ട്. പെട്ടിമുടി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതച്ച 6ഓളം കാട്ടാനകളെയാണ് ഇപ്പോൾ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നത്. ആനമുടി ദേശീയോദ്യാനത്തിലേക്ക് കാട്ടാനകളെ കയറ്റിവിടുന്നതിനാണ് വനവകുപ്പിന്റെ ശ്രമം. കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിഷേധമുയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വനവകുപ്പിന്റെ ഇടപെടൽ. അതേസമയം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയുന്നതിനായി സ്ഥിരം പ്രതിരോധ മാർഗം സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.